ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജുവിന് നിന്നോട് പ്രേമമോ സ്നേഹമോ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം നീ ഇവനെ തട്ടിക്കൊണ്ടുവന്ന് ഇവനോടൊപ്പം താമസിച്ചതല്ലേ? അന്ന് എന്തുകൊണ്ട് ഇവൻ നിന്നെ കെട്ടിയില്ല? എന്തുകൊണ്ടെന്നവൻ ഒരു പെങ്ങളെ എന്ന പോലെ നിന്നെ കൊണ്ടുപോയി നിന്റെ അച്ഛനെ ഏൽപ്പിച്ചു? ആ പെൻഡ്രൈവ് എവിടെ പോയി? ഇവിടെ വച്ചിരുന്നതാണല്ലോ. ഇവിടെ അത് ദൈവമേ, പട പന്തം കൊളുത്തി വരുന്നുണ്ട്. വലിഞ്ഞേക്കാം. പേടിച്ചോടണ്ട, ഞാനങ്ങോട്ട് വരട്ടെ. വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയണമല്ലോ. ഞാൻ കൊല്ലാനോ തിന്നാനോ ഒന്നും വന്നതല്ല. പഴയ പരിചയക്കാരനല്ലേ, ഒന്ന് കണ്ടേക്കാന്ന് കരുതി. കണ്ടില്ലേ, ഇനി എനിക്ക് അകത്തേക്ക് പോവല്ലോ. നിക്ക്. എങ്ങനെയുണ്ട് വിവാഹ ജീവിതമൊക്കെ? സന്തോഷകരമാണോ? കൊട്ടാരത്തിലെ രാജകുമാരിയായിട്ടുള്ള ജീവിതമല്ലേ? രാജകുമാരന് സുഖാണോന്ന് അറിയാനാ ചോദിച്ചേ. ഇതൊക്കെ നിന്നോട് പറയേണ്ട കാര്യം എനിക്കെന്താ? പറയേണ്ട കാര്യമുണ്ടല്ലോ. കല്യാണപ്പന്തൽ വരെ എന്നെ ഇട്ട് ചുറ്റിച്ചതല്ലേ? നീ എന്റെ പിന്നാലെ ചുറ്റി നടന്നേന് ഞാൻ എന്ത് പഴിച്ചു? ഞാൻ ഒരിക്കൽ കൂടിയെല്ലാം വിളിച്ചു പറയണോ? എന്ത് പറയാൻ? രമേ, എനിക്ക് വേറെ പണിയുണ്ട്. നിന്നോട് ഒന്നും രണ്ടും പറയാനൊന്നും എനിക്ക് നേരമില്ല. നീ നിന്റെ വീട്ടിൽ പോ നോക്ക്. എന്നോട് അങ്ങനെ പറയാനേ ഇയാൾക്ക് എന്ത് അവകാശമുള്ളേ? ഇതേ എന്റെ വീടാ. ഓ, എന്നാലേ നീ വരാന്തേ കിടന്നുറങ്ങ്. അല്ല പിന്നെ അവിടെ നിക്ക്. ഇയാടെ കെട്ടിലമ്മ എന്തേ? കോലോത്ത് തമ്പുരാട്ടി. രമേ, നീ നിന്റെ പണി നോക്കി പോ. എനിക്ക് നിന്നോട് വഴക്കിനൊന്നും നേരമില്ല. ഞാനേ അവളെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. നിങ്ങളുടെ ഭാര്യ രാജു, ഋതിക മോളെ തന്നെ രാജു നിർബന്ധമായും വിവാഹം കഴിക്കണം. അത് രാജുവിന്റെ ഭാഗ്യം മാത്രമല്ല, ഋതിക മോളുടെ ഭാഗ്യം കൂടിയാ. എന്റെ ഈ വാക്ക് രാജു കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കത്തെഴുതുന്നത് സ്വന്തം മോളുടെ കല്യാണം നേരിട്ട് വന്ന് നടത്തിത്തരാൻ ഭാഗ്യമില്ലാതെ പോയ ആ കുട്ടിയുടെ അമ്മയാ. ഇന്ന് സ്നേഹപൂർവം പത്മാവതി. ഈ കൈയക്ഷരം എന്റെ അമ്മയുടെ തന്നെയാ, സംശയമില്ല. ഇപ്പൊ ഒരു കാര്യം എനിക്ക് ബോധ്യായി. രാജു എന്നെ കല്യാണം കഴിച്ചത് അമ്മ പറഞ്ഞിട്ട് മാത്രം, അല്ലാതെ എന്നെ ഇഷ്ടമുണ്ടായിട്ട് രാജു കല്യാണം കഴിച്ചതല്ല. വിവാഹം കഴിഞ്ഞെങ്കിലും ഒരുമിച്ചുള്ള ജീവിതമൊക്കെ പഴയതുപോലെ മതി മാഡം.
രാജു എന്നെ ആത്മാർത്ഥമായിട്ട് വിവാഹം കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു ഭാര്യയോട് എന്ന പോലെ എന്നോട് പെരുമാറാത്തതും അങ്ങനെ ജീവിക്കാൻ തയ്യാറാകാത്തതും രാജു എന്നെ വളരെ സേഫായി എന്റെ അമ്മയെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അതിനാ രാജു എന്റെ അമ്മയെ അന്വേഷിക്കുന്നത്. ഞാൻ എന്റെ ജീവന് തുല്യം സ്നേഹിച്ചതാ രാജുവിനെ. രാജു ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. രമ്യ, ഞാൻ നിന്നോട് മര്യാദയ്ക്ക് പറയുക, നീ നിന്റെ കാര്യം നോക്കി പോ. നിന്റെ ആഗ്രഹം ഒന്നും നടക്കില്ലെന്ന് ഞാൻ പണ്ടേ പല പ്രാവശ്യം നിന്റെ അടുത്ത് പറഞ്ഞ. ഞാൻ അങ്ങനെ പോവില്ല. പിന്നെ പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? നിന്നെയും കൊണ്ടേ ഞാൻ പോവും. നിന്നോടൊപ്പേ ഞാൻ ജീവിക്കൂ. നിനക്കെന്താ ഭ്രാന്താണോ? അതേടാ, എനിക്ക് ഭ്രാന്ത. നീ എന്ന ഭ്രാന്ത്. നിന്നെയും കൊണ്ടേ ഞാൻ പോവും. രമ്യ, രമ്യ, കയ്യിന്ന് വിടാന്ന് പറഞ്ഞേ. ഇല്ല, വിടില്ല. രമ്യ, വിട് രമ്യ. ഇല്ല രാജു, കയ്യിന്ന് വിടാൻ. ഡേ, നീ ഒറ്റ ഒരുത്തിയാ എന്റെ രാജുവിനെ എങ്ങനെ തട്ടിയെടുത്തത്. വലിഞ്ഞു കയറി വന്ന നീയാ എന്റെ ജീവിതം തകർത്തത്. എന്റെ രാജുവിന് നിന്നോട് പ്രേമൊന്നും ഇല്ലായിരുന്നു. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. രാജുവിന് നിന്നോട് പ്രേമമോ സ്നേഹമോ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം നീ ഇവനെ തട്ടിക്കൊണ്ടുവന്ന് ഇവനോടൊപ്പം താമസിച്ചതല്ലേ. അന്ന് എന്തുകൊണ്ട് ഇവൻ നിന്നെ കെട്ടിയില്ല? രമ്യ, എന്തുകൊണ്ടെന്നവൻ ഒരു പെങ്ങളെ എന്ന പോലെ നിന്നെ കൊണ്ടുപോയി നിന്റെ അച്ഛനെ ഏൽപ്പിച്ചു? ഇവള് പറയുന്നതൊക്കെ സത്യമാണല്ലോ. ഇപ്പോഴും ഇവൻ നിന്നെ കല്യാണം കഴിച്ചിരിക്കുന്നതേ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. ഒന്നുമില്ലെങ്കിൽ നിന്റെ അച്ഛൻ മന്ത്രിയെ പേടിച്ച്, അല്ലെങ്കിൽ മറ്റാരോ പറഞ്ഞിട്ട്.